നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാനിവിടെ ഇഞ്ചിപ്പുളി ചെയ്യുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ചെറിയ രീതിയിൽ അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10 ചെറിയുള്ളി, പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. കാരണം ഒത്തിരി ഉപ്പ് നമ്മൾ ചേർക്കണ്ട. കാരണം നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് അതിലുണ്ടാകും. അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്കൊരു അല്പം ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഡ്രൈ ആക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ പീസ് കുഞ്ഞ് ഒരു കായ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഡ്രൈ ആക്കാം. പിന്നീട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിയുടെ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം കേട്ടോ. ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കുന്നതിന് നല്ലത്. കാരണം അതിനകത്ത് പൊടികളുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണ് ശർക്കരപ്പാനിയാണ്. അതും കൂടി ചേർത്ത് ഇത് നല്ല രീതിയിൽ അതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് രുചികരമായ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായി.